പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്കൊരു ജൂനിയർ ഉണ്ടായിരുന്നു. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ കുട്ടിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നും അവളെ ഓർത്തു വയ്ക്കുന്നത്. അവൾക്ക് അപ്പൂപ്പൻ താടീനെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ ക്ലാസ് മുറിയിലൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് വരും. ഞങ്ങൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത് ഊതിക്കളിക്കുക. അതിനൊക്കെ വേണ്ടി ഞങ്ങളെല്ലാവരും അതിൻ്റെ പിറകെ ഓടുമായിരുന്നു. പക്ഷേ ഈ ഒരു കുട്ടി, ഇത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നില്ല, എൻ്റെ ഒരു ജൂനിയർ ആയിരുന്നു. അപ്പോൾ ആ കുട്ടി മാത്രം ഈ അപ്പൂപ്പൻ താടീനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും. അവൾക്ക് ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എല്ലാം വരും. പിന്നെ ആൾ ഓഫീസ് റൂമിലായിരിക്കും ഉണ്ടാവുക, സ്റ്റാഫ് റൂമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഞാൻ എങ്ങനെയാണ് ആ കുട്ടീനെ അക്കമ്പനി ചെയ്യേണ്ടി വന്നതെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പല ദിവസങ്ങളിലും ഈ അപ്പൂപ്പൻ താടി വരുമ്പോൾ ആൾ ശ്വാസം മുട്ടലൊക്കെ വന്നിട്ട് സ്റ്റാഫ് റൂമിലായിരിക്കും. അപ്പോൾ ഞാനും ഏതോ ഒരു ദിവസം ആ കുട്ടീൻ്റെ കൂടെ അവിടെ സ്റ്റാഫ് റൂമിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കുട്ടീനെ നോക്കിയത് വളരെ അത്ഭുതത്തോടു കൂടിയാണ്. കാരണം ഞാനിങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്കൊരു 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ കാണുന്നത്. അതായത് ഇത്രമാത്രം പേടി, നമുക്ക് പേടിയുണ്ടാവും, പല കാര്യങ്ങളും പേടിയുണ്ടാവും. ഇപ്പോൾ കൂറേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചോടുന്ന ഫ്രണ്ട്സ്, പല്ലീനൊക്കെ കാണുമ്പോൾ പേടിച്ചോടുന്ന ഫ്രണ്ട്സ്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഭയാനകമായൊരു സിറ്റുവേഷനാണ്. ദാറ്റ് മീൻസ് ഇതാണൊരു ഫോബിയാണിത്. അപ്പോൾ ആ അപ്പൂപ്പൻ താടീനെ കാണുമ്പോൾ ആൾക്കുണ്ടാകുന്നൊരു ഫോബിയാണിത്. പിന്നീട് വളർന്ന് വന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്കിത് കാര്യം മനസ്സിലായത്. ഇതൊരു ഫോബിയാണിത്. നമുക്ക് പലർക്കും ഉണ്ടാവും ഫോബിയ അല്ലേ. ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് ഉയരത്തിൽ കയറാൻ പേടിയുള്ളവരുണ്ടാവും, വെള്ളം കാണുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ളവരുണ്ടാവും. പിന്നെ എന്തൊക്കെയാണ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോബിയ ഉണ്ടല്ലേ ആൾക്കാർക്ക്. ആക്ച്വലി ഈ ഫോബിയക്കൊക്കെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ, എപ്പോഴെങ്കിലും വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴെങ്ങാനും നമുക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവമോ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ഒരു മോശ അനുഭവം ഈ ഒരു കാര്യം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും നമ്മുടെ മനസ്സിലൊരു ട്രോമയായിട്ട്, ഒരു ഫോബിയ ആയിട്ട് കിടക്കുന്നുണ്ടാവുക.